നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ റെയിൽവേ സ്റ്റേഷൻ. അതിലൊരിടത്ത് ഒരു നേരത്തെ ആഹാരത്തിനു വേണ്ടി കൈനീട്ടുന്ന ഒരു പാവം മനുഷ്യനുണ്ടായിരുന്നു. വീടെന്നോ ബന്ധുക്കളെന്നോ പറയാൻ അയാൾക്ക് ആരുമുണ്ടായിരുന്നില്ല. യാത്രക്കാരുടെ കാരുണ്യത്തിലായിരുന്നു അയാളുടെ ജീവിതം. ഒരു ദിവസം അവൻ പൊക്കമുള്ള നല്ല വസ്ത്രധാരിയായ ഒരു മനുഷ്യനെ കണ്ടു. ആ യാചകൻ ചിന്തിച്ചു, ചിലപ്പോൾ ഇദ്ദേഹത്തോട് ചോദിച്ചാൽ നല്ലൊരു തുക തന്നേക്കും. ഒരുപാട് പ്രതീക്ഷയോടെ അയാൾ ആ മനുഷ്യന് മുന്നിൽ കൈനീട്ടി. എന്നാൽ പണം നൽകുന്നതിനു പകരം ആ മനുഷ്യനൊരു ചോദ്യം ചോദിച്ചു. എപ്പോഴും ഇങ്ങോട്ട് വാങ്ങാനല്ലാതെ അങ്ങോട്ടെന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? അയാൾ ദുർബലമായ സ്വരത്തിൽ പറഞ്ഞു, കൊടുക്കാൻ എന്റെ കയ്യിൽ എന്താ ഉള്ളത് സാറേ? ഞാനൊരു പിച്ചക്കാരനല്ലേ. കൊടുക്കാൻ മനസ്സിലാത്തവൻ വാങ്ങാനും യോഗ്യനല്ല. അദ്ദേഹം യാചകനോട് പറഞ്ഞു, ഞാനൊരു കച്ചവടക്കാരനാണ്. കൊടുക്കലും വാങ്ങലുമാണ് എന്റെ ലോകം. ആ വാചകം ഒരു അമ്പു പോലെ അയാളുടെ നേരെ തൊടുത്ത് ആ മനുഷ്യൻ വണ്ടിയിൽ കയറിപ്പോയി. അയാളുടെ വാക്കുകൾ ഒരു മുറിപ്പാട് പോലെ ആ യാചകന്റെ മനസ്സിൽ കിടന്നു. അടുത്ത 2 ദിവസവും അവൻ അതുതന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നു. ശരിയാണോ? കൊടുക്കാത്തതുകൊണ്ടാണോ എനിക്കൊന്നും കിട്ടാത്തത്? പക്ഷേ ഞാനൊരു യാചകനല്ലേ, ഞാൻ എന്തു കൊടുക്കാനാണ്? ചിന്തകൾ അയാളെ വല്ലാതെ അലട്ടി. പിറ്റേന്ന് രാവിലെ റെയിൽവേ ട്രാക്കിന് സമീപം കുറച്ച് പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് അയാൾ കണ്ടു. പെട്ടെന്ന് അയാളുടെ ഉള്ളിലൊരു വെളിച്ചം മിന്നി. ഭിക്ഷയ്ക്ക് പകരം പൂക്കൾ നൽകിയാലോ? അയാൾ കുറച്ച് പൂക്കൾ പറിച്ചെടുത്തു. ആര് പണം നൽകിയാലും അയാൾ അവർക്ക് തിരികെ ഒരു പൂവ് നൽകി. അയാളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആളുകൾ പുഞ്ചിരിക്കുകയും നന്ദി പറയുകയും ചെയ്തു. ചിലർ പതിവിലധികം പണം നൽകി. വെറുമൊരു പൂവ്, പക്ഷേ അതവരുടെയെല്ലാം മനസ്സിൽ സന്തോഷം നിറച്ചു. അന്നു മുതൽ എല്ലാ ദിവസവും പൂക്കൾ ശേഖരിക്കുന്നത് അയാളുടെ പതിവായി. തന്നെ സഹായിക്കുന്നവർക്കുള്ള സ്നേഹസമ്മാനമായിരുന്നു അത്. കൊടുക്കുന്തോറും കിട്ടുന്നതും ഏറി വന്നു. അതൊരു പുതിയ പാഠമായിരുന്നു. 6 മാസം കഴിഞ്ഞിരുന്നു. ആ പ്ലാറ്റ്ഫോമിന് ഒരു മാറ്റവുമില്ലായിരുന്നു. ശ്രദ്ധയോടെ ആ പൂക്കൾ ഒരുക്കി വെക്കുന്ന പൂക്കച്ചവടക്കാരൻ ഒരു കാലത്ത് അവിടെയുണ്ടായിരുന്ന അതേ യാചകനായിരുന്നു. കൂട്ടത്തിലൊരാൾ അയാളുടെ അടുത്തേക്ക് തിരിഞ്ഞു ചോദിച്ചു, എന്നെ ഓർക്കുന്നുണ്ടോ? പൂക്കച്ചവടക്കാരൻ ഒരനക്കവുമില്ലാതെ നിന്നു. ഉണ്ട് സാറേ, എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങ് അന്ന് ചോദിച്ച ആ ചോദ്യം ഞാൻ ഇന്നേ വരെ എന്ത് നൽകിയിട്ടുണ്ട്? അതെന്റെ ജീവിതത്തിന്റെ ഗതി തന്നെ മാറ്റി. ഞാൻ പൂക്കൾ നൽകി തുടങ്ങി. ആദ്യം കൈകൾ വിറച്ചിരുന്നു. എന്നാൽ പിന്നീട് അതൊരു ദൃഢനിശ്ചയമായി മാറി. ഇപ്പോൾ ഞാനാണ് ഈ പൂക്കട നടത്തുന്നത്. എല്ലാ ദിവസവും ഞാൻ മനോഹരമായ എന്തെങ്കിലും നൽകുമ്പോൾ ജീവിതം എനിക്ക് തിരികെയും തരുന്നു. നമ്മുടെ സമ്പത്ത് നാം എന്ത് നേടുന്നു എന്നതിലല്ല, എന്ത് നൽകുന്നു എന്നതിലാണ് അളക്കപ്പെടുന്നത്. കൊടുക്കാൻ തുടങ്ങുന്ന നിമിഷം ജീവിതം തിരികെ നൽകി തുടങ്ങും.